ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എബിത ഓടി ഓടി പോകുന്നത് കണ്ടോ? കാരണം ബസ് വരാൻ സമയമായതുകൊണ്ടാണ് കേട്ടോ ഓടി ഓടി പോകുന്നത്. അപ്പോൾ സ്കൂളിലെ എക്സാമൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ചില ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും എക്സാം കാണും, ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും കേട്ടോ എക്സാം കാണുന്നത്. അങ്ങനെയൊക്കെയാണ് അവൻ്റെ രണ്ടാഴ്ചത്തെ എക്സാം പോകുന്നത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ച സമയത്ത് എൽസയെ ഒന്ന് ഫോൺ വിളിച്ചു കേട്ടോ. അവളെ ഫോൺ വിളിച്ച് കുറേ നേരം ഇരുന്നതിന് ശേഷം തുണിയെല്ലാം അലക്കിയിട്ടു. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതൊരു ഒരു ഷോർട്സ് വീഡിയോയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇങ്ങനെ എടുത്തത് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സൗണ്ടൊക്കെ വെച്ച് നമ്മൾ ഫുഡ് കഴിക്കില്ലേ, ആ ഒരു രീതിയിൽ ഫുഡ് കഴിക്കുന്ന ഒരു രീതിയിൽ കൂടെ ഒരു ഷോർട്സ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആ ഒരു ഒഴിച്ച് കറി, നമ്മുടെ കത്തിരിക്ക വെച്ചിട്ടുള്ള ആ ഒഴിച്ച് കറി അശ്വിനി തന്നതാണ് കേട്ടോ. നമ്മുടെ തൈരൊക്കെ ഒഴിച്ചിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെച്ചിട്ട് പുളിപ്പുണ്ടായിരുന്നു, അത് തൈരിൻ്റെ ഇത് കൊണ്ടാണ്. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ രാവിലെ ഒന്നും വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കേക്കിൻ്റെ സംഭവം ഞാൻ ഇന്നലെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫുൾ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ കാണിച്ചത്. പക്ഷേ ഇത് ഇന്നലെ ഇടേണ്ട ഒരു വ്ളോഗായിരുന്നു, അതായത് കഴിഞ്ഞ വ്ളോഗിൽ ഇടേണ്ടതായിരുന്നു. കുറച്ച് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോയതാണ് കേട്ടോ. ഇത് ഞാൻ ആ കേക്ക് ഉണ്ടാക്കുന്ന സമയത്തുള്ള ബാറ്റർ തയ്യാറാക്കുന്ന കുറച്ച് വീഡിയോ ക്ലിപ്പാണ് കേട്ടോ. ഇത് ചെയ്യുന്നത് ആദ്യത്തേത് ഒരു അതിൻ്റെ പേര് ഞാൻ പിന്നെയും മറന്നു, ഞാൻ എഴുതി വെക്കാനും മറന്നുപോയി. വായിക്കൊള്ളാത്തൊരു പേരാണ്. പക്ഷേ വായിക്കൊള്ളാത്ത പേരാണെങ്കിൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ടേസ്റ്റുള്ളൊരു കേക്കും കൂടെയാണ് കേട്ടോ അത്. പിന്നെ ഇത് കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാറ്റർ വെക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഓൺലൈൻ വഴിയാണ് കപ്പ് കേക്കിൻ്റെ ആ മോൾഡ് വാങ്ങിയത്, പേപ്പറിൻ്റെ. പക്ഷേ ഇത് കൊള്ളത്തില്ല കേട്ടോ. കാരണം കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള പേപ്പറായിരുന്നു, ഭയങ്കര നൈസായിരുന്നു കേട്ടോ. അത് ഈ ബാറ്റർ ഒഴിക്കുമ്പോൾ തന്നെ പേപ്പർ ഇങ്ങനെ വിരിഞ്ഞങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അങ്ങ് അടിയിൽ പിടിക്കുകയും ചെയ്തു, കാരണം അത്രയ്ക്കും കട്ടി കുറവായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ബാറ്റർ എല്ലാം തയ്യാറാക്കിയതിന് ശേഷം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ വ്ളോഗിലും കാണിച്ചു എന്ന് തോന്നുന്നു കേട്ടോ. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള കേക്കായിരുന്നു കേട്ടോ. അകത്തുള്ള ആ ഒരു ക്രീം ഫില്ലിങ് കൂടെ വെക്കുമ്പോഴത്തേക്കും ഇതും കുറച്ചുകൂടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ മാത്രം ക്രീം വെക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടില്ലെന്നല്ല, പക്ഷെ അകത്തുകൂടെ ക്രീം വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് വരുന്നത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കാനും സൂപ്പറായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. കേക്കിൻ്റെ ക്ലാസ്സും നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കുറേ വ്ളോഗിലായിട്ട് കേക്ക് തന്നെയാണല്ലേ കാണിക്കുന്നത്. കാരണം ഞാനത് പഠിക്കുന്നത് കൊണ്ടാണ് ഞാനിത് തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു പാർട്ടൊക്കെ ഞാൻ മുമ്പത്തെ വ്ളോഗിലും ഇട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ചത് ഞാൻ ഇനി മാറ്റുന്നില്ല, ഞാൻ അങ്ങനെ തന്നെ ഇട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ ഇതൊക്കെ. എനിക്ക് ഇനി കുറേ നേരം ഇരുന്നാണ് രണ്ടും ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചത്. ഇനിയിപ്പോൾ എടുത്ത് മാറ്റാനും എനിക്ക് തോന്നുന്നില്ല, അതങ്ങ് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. കുറേ പേരൊക്കെ ഈ വ്ളോഗ് കാണുമായിരിക്കും, കുറേ പേരൊക്കെ മറ്റേ വ്ളോഗ് കാണുമായിരിക്കും, ചിലർ മാത്രമായിരിക്കും രണ്ട് വ്ളോഗും കാണുന്നത്. അതുകൊണ്ട് എന്തായാലും ഇതങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആ കേക്ക് ഇളക്കിയതിൻ്റെ ആ ഒരു പീസ്, ആ പേപ്പർ കണ്ടോ അവിടെ കിടക്കുന്നതിൻ്റെ അടിഭാഗത്ത് ഇച്ചിരി കളറ് മാറിയിട്ടുണ്ട്. ഞാനത് കാരണം പറഞ്ഞത്, അത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ കളറ് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പക്ഷേ കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് സൂപ്പറാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫുൾ അതിലൊഴിച്ച ആ ലായനി എല്ലാം അതിൽ നല്ല കലർക്കും. അത് എപ്പോഴെന്ന് വെച്ചാൽ ഫ്രിഡ്ജിനകത്ത് വെച്ച് പിറ്റേന്ന് എടുക്കുന്ന സമയത്താണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഇത് പിറ്റേ ദിവസം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കായിരുന്നു. ഞാൻ നട്ട് വളർത്തിയ ജമന്തിയാണ് കേട്ടോ, നല്ല രീതിയിൽ തന്നെ പൊടിച്ച് നിൽപ്പുണ്ട്. പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ നമ്മൾ നട്ട് വയ്ക്കുന്ന ചെടികളിൽ നിന്നൊക്കെ ഇങ്ങനെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇപ്പോൾ എൻ്റെ മീനെല്ലാം വാങ്ങി അകത്ത് വെച്ചതിന് ശേഷം ടെറസിലോട്ട് ഡ്രസ്സ് ഇടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് മുരിങ്ങച്ചെടി ഇഷ്ടംപോലെ പൂത്തുവെങ്കിലും ഈ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കായായിട്ടും ഉണ്ടായിട്ടുള്ളൂ. ഒരുപാടെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരെണ്ണം അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തിൽ മുരിങ്ങയുടെ പൂവ് എടുത്ത് തോരൻ വെക്കണമെന്ന് വിചാരിച്ചു, അടുത്ത വട്ടം ആകട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ അടുത്ത വട്ടം ആകുന്ന സമയത്ത് കർക്കിടക സമയമായതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ പൂവെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും മുരിങ്ങയ്ക്കയ്ക്ക് വേണ്ടി നോക്കി നിൽക്കുന്നില്ല. പൂവാവുന്ന സമയത്ത് കുറച്ച് പൂവെടുത്ത് മുട്ടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചിക്കി തോരൻ വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്തായാലും വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തലേ ദിവസം തന്നെ അലക്കിയിട്ട്
ഡ്രസ്സ് കൊണ്ട് ടെറസിലെല്ലാം വിരിച്ചിട്ടു. പിന്നെ ഇത് ഉച്ചയാണ് കേട്ടോ. ഉച്ചയായപ്പോഴത്തേക്കും എബിക്ക് സ്കൂളിൽ എക്സാമിന് പോകണം. അപ്പോൾ ഇന്ന് മാത്രം ഓട്ടോയിൽ പറഞ്ഞു വിട്ടു. ബാക്കിയുള്ള ഉച്ചയ്ക്കുള്ള എക്സാമിനെല്ലാം അവന് രാവിലെ തന്നെയാണ് പറഞ്ഞു വിട്ടത് കേട്ടോ. ഇപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങനെ പോകുന്ന ഇച്ചിരി മെനക്കേടാണ്. അവനും ഒരു മുഷിപ്പാണ്. മറ്റേതാകുമ്പോൾ സ്കൂളിൽ പോയിരുന്ന അവരിന്ന് പഠിച്ചോളുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഹോസ്പിറ്റലിലോട്ട് ചോറ് പൊതി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഇവിടുത്തെ സംഘടനയിൽ നിന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ വീട്ടിൽ നിന്ന് 2 പൊതി ചോറാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനും 2 പൊതി ചോറ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ ചേട്ടൻ ഒരു 3 മണിയൊക്കെ ആയ സമയത്ത് എത്തി. അപ്പോഴും ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കേട്ടോ. ആ സമയത്ത് ആയപ്പോഴത്തേക്കും എബിയും സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് എബിക്ക് ഒരെണ്ണം കൊടുത്തിട്ട് ഞാനും ചേട്ടനും അകത്ത് വന്നിരുന്നു കേക്ക് കഴിക്കുകയാണ് കേട്ടോ. നമ്മൾ ഓരോന്നെടുത്ത് കഴിച്ചു. ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. നല്ല പ്രത്യേകിച്ച് ഫ്രിഡ്ജിനകത്ത് കൂടെ ഇരുന്നത് കൊണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിക്കാനും നല്ല സുഖമായിരുന്നു കേട്ടോ. അതൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അടുത്താണ് ഞാൻ രണ്ടാമത് കാണിച്ച കേക്ക്. എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. പേരറിയില്ല എങ്കിൽ പോലും അതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ്. നമ്മളിങ്ങനെ വായിലോട്ട് വെക്കേണ്ട, അതിന് മുന്നേ അതങ്ങ് അലിഞ്ഞു പോവുകയാണ്. പിന്നെ ആ പിസ്ത ഇരിക്കുന്നത് കൊണ്ട് നമ്മളങ്ങ് ചവച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എബി ഒരു വട്ടം കഴിച്ചുവെങ്കിലും ഒരു കുഞ്ഞു പാത്രത്തിൽ അവന് കൊടുത്തുവെങ്കിൽ നമ്മളൊരിക്കൽ കൂടെ കഴിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അവന് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗം കഴിച്ചിട്ട് ബാക്കി അവന് തന്നെ അങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കേക്ക് സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. പിന്നെ വൈകുന്നേരത്ത് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെയും മുകളിലോട്ട് പോയതാണ്. അപ്പോഴത്തേക്കും ഞാൻ കാണിക്കുന്നതാണ് ഞങ്ങളുടെ വീടിൻ്റെ 2 ഭാഗത്തുള്ള സ്ഥലത്തും വീടുകളല്ല കേട്ടോ. ഫുൾ ഇങ്ങനെ ചെടികളും ചവറുകളൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ശല്യമാണ്. ശല്യം എന്ന് വെച്ചാൽ എപ്പോഴും കീരിയും ചേരയൊക്കെ വരും. എനിക്ക് ഭയങ്കര പേടിയാണ്. ബാക്ക് സൈഡിൽ ഇറങ്ങാനും ഈ ഒരു സൈഡിലോട്ട് ഇറങ്ങാനൊക്കെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് അങ്ങോട്ട് അധികം ഇറങ്ങാറുമില്ല. ജസ്റ്റ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വൈകുന്നേരം കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സെല്ലാം നനച്ച് ടെറസിലോട്ട് കൊണ്ടുവച്ചാണ്. ഇപ്പോൾ 2-3 വട്ടമായിട്ട് ടെറസിലോട്ട് അടിക്കടിക്ക് കയറിയ സമയത്ത് കാലിന് ഇച്ചിരി വേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കാല് വേദനയും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയ സമയത്ത് ചായ കുടിക്കാനായിട്ടിരുന്നു. ചായയും പലഹാരവും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വൈകുന്നേരത്ത് കടയിലോട്ട് പോകണം. എനിക്ക് മുട്ടയും കാര്യങ്ങളൊക്കെ വെങ്ങാനൂർ പോയി വാങ്ങണം. അപ്പോൾ അതുപോലെ ബീനയ്ക്കും സ്നേഹയ്ക്കും ഒക്കെ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ കേക്കിൻ്റെ കുറച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അശ്വിനിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഞാൻ പിറ്റേന്നാണ് കൊടുത്തത്. പിന്നെ ഒരു ട്രേ മുട്ട എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. പഞ്ചസാരയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. വെങ്ങാനൂർ പോയിട്ട് വാങ്ങിച്ചു. പിന്നെ നാളത്തേക്കുള്ള കേക്കിൻ്റെ പ്രിപ്പറേഷനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.